ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കുബൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണെന്ന് അറിയില്ലേ? അതിനായിട്ട് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇതേ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ ഒന്ന് പുളിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ദേ 1/2 കിലോ മൈദാപ്പൊടി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അത് ഈ മാവിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മാവ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് പരത്തുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതേ ഒരു 2 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ മാവെടുത്ത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ വലിച്ച് നീട്ടി ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഏകദേശം ഇതുപോലെ കിട്ടുവേ. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുമ്പ് ഈ മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കണം. പിന്നെ ഒരു മണമുള്ള തുണി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കണം. മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് 2 മണിക്കൂറായപ്പോൾ ഇത് ഇരട്ടി വലുപ്പത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ വെച്ച് തന്നെ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. 1/2 കിലോ മാവ് കൊണ്ട് ഒരു 8-9 കുബൂസ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉണ്ട ഉരുട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാവേ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നനച്ച തുണിയില്ലേ, അതിട്ട് മൂടി വെച്ചാലും മതി. ഇനി ഇതാ നമുക്കിതുപോലെ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കാതെ ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണമേ ഇത് പരത്തിയെടുക്കാൻ. അതുപോലെ പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ കുബൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് ഇതുപോലെ ചെറിയ കുമിളകളൊക്കെ വരും. അടിഭാഗം ഒന്ന് ചെറിയ ബ്രൗൺ കളറാകും. അന്നേരം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 20 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്നും കൂടെ കുമിളകൾ വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ടിട്ട് ഈ കാണിക്കുന്ന പോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് എല്ലാ വശവും ഒരേ കനത്തിൽ പരത്താനായിട്ട് നോക്കണേ. ഇത് ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇത് പൊട്ടിപ്പോയാൽ പിന്നെ വീർത്ത് വരത്തില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരൊറ്റ ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇതുപോലെ എല്ലാ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് അൽഫാമോ മസാല ഷവായിയോടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ.